ഇടുക്കി നെടുങ്കണ്ടത്ത് മാതാവിനെയും മകനെയും കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയെന്ന് സംശയം. പച്ചടി സ്വദേശി മറിയക്കുട്ടി, മകൻ റജി എന്നിവരുടെ വീടിന് സമീപത്ത് നിന്ന് പുരുഷന്റെയും സ്ത്രീയുടെയും മൃതദേഹം കണ്ടെത്തി. മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. മൃതദേഹം ഇടുക്കി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ചെയ്യും. തഹസിൽദാരുടെ സാന്നിധ്യത്തിൽ എക്സ്ഹ്യൂമേഷൻ നടത്തി സംശയമുള്ള സ്പോട്ട് കുഴിച്ച് 2 ബോഡി കിട്ടിയിട്ടുണ്ട്. ഒന്ന് ഫീമെയിലാണെന്ന് പ്രത്യക്ഷത്തിൽ തോന്നുന്നത്, ഒന്ന് മെയിലാണ്. തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ബോഡി. ലാസ്റ്റ് 9-ാം തീയതി ഈ മരിച്ചയാളെ കണ്ടവരുണ്ട്. അപ്പം ആഫ്റ്റർ 9 ആണ് ഈ സംഭവം നടന്നതെന്ന് കരുതുന്നു. ഇന്നലെ മുതൽ കാണാനില്ല. ഇന്നലെ പുള്ളി ബാഗൊക്കെ ആയിട്ട് പുറത്ത് പോകുന്ന കണ്ടവരുണ്ട് വൈകുന്നേരം. അതിനുശേഷം കണ്ടിട്ടില്ല. സജിയുടെ ഫോട്ടോ വൈഡ് പബ്ലിസിറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടിയുള്ള അന്വേഷണം നമ്മൾ നടത്തുന്നുണ്ട്. മറിയക്കുട്ടിയുടെ ഇളയ മകൻ സജിയെ ഇന്നലെ വൈകിട്ട് മുതൽ കാണാനില്ല എന്ന് പോലീസ് പറയുന്നു. സ്ഥലത്ത് ഫോറൻസിക് സംഘം പരിശോധന നടത്തി. രാഹുൽ വിജയൻ നെടുങ്കണ്ടത്ത് നിന്ന് തത്സമയം വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. രാഹുൽ, നടുക്കുന്ന ഞെട്ടലുണ്ടാക്കുന്ന ഒരു വാർത്തയാണ് നെടുങ്കണ്ടത്ത് നിന്ന് പുറത്തുവരുന്നത്. ഇപ്പോൾ ശരീരഭാഗങ്ങൾ ആ പരിസരത്ത് നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. എന്തൊക്കെ നിഗമനങ്ങളിലേക്ക് ഈ പ്രാഥമിക ഘട്ടത്തിൽ പോലീസ് എത്തിയിട്ടുണ്ട് രാഹുൽ? ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. നെടുങ്കണ്ടത്ത് ഇരട്ട കൊലപാതകമാണ് നടന്നിരിക്കുന്നത്. അതിൽ ഇതാരാണ് മരിച്ചിരിക്കുന്നതെന്നുള്ള കാര്യത്തിൽ പോസ്റ്റ്മോർട്ടം പരിശോധനകൾക്ക് ശേഷം മാത്രമേ ഒരു സ്ഥിരീകരണം ഉണ്ടാവുകയുള്ളൂ. പോലീസിന്റെ ശക്തമായ സംശയം എന്ന് പറയുന്നത് മറിയക്കുട്ടിയും അതുപോലെ തന്നെ മകൻ റജിയുമാണ് കൊല്ലപ്പെട്ടിട്ടുണ്ടാവുക എന്നുള്ളതാണ്. പോലീസിന് പ്രതിയെന്ന് സംശയിക്കുന്ന ആൾ അത് ഈ മറിയക്കുട്ടിയുടെ ഇളയ മകൻ സജിയുമാണ്. എന്തായാലും നാട്ടുകാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അവസാനമായി ഈ സജിയോട് സംസാരിച്ച ഒരു പൊതുപ്രവർത്തകൻ കൂടിയായിട്ടുള്ള ആളാണ്. ചേട്ടാ, ഇന്നലെ വിളിച്ച് സംസാരിക്കുമ്പോൾ അയാൾ എന്താണ് പറഞ്ഞത്? ഇന്നലെ പുള്ളിയോട് സംസാരിക്കുമ്പോൾ പുള്ളി പറഞ്ഞത്, ഞാൻ വെറുതെ ഇങ്ങനെ ചോദിച്ചു അമ്മയെ. അന്നേരം പറഞ്ഞത് അമ്മയും ചേട്ടനും കൂടെ തിരുവല്ലയ്ക്ക് ഒരു കല്യാണത്തിന് പോയി എന്നാണ് ഞങ്ങളുടെ ഇവിടെ അടുത്ത്, എൻ്റെ അടുത്ത് മറ്റുള്ളവരുടെ അടുത്ത്. അപ്പോൾ കഴിഞ്ഞ ബുധനാഴ്ച പുള്ളിയുടെ കല്യാണം അറേഞ്ച് ചെയ്തിരുന്ന. അപ്പോൾ വ്യാഴാഴ്ച. അപ്പോൾ കല്യാണം മാറ്റി വെച്ചെന്ന് പറഞ്ഞ് പുള്ളി ചില വീടുകളിലൊക്കെ ചെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞാൻ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത്, നമ്മൾ പുള്ളിയുടെ റിലേഷനിലുള്ള ഒരാൾ മരിച്ചു പോയതോടെ തിരുവല്ലയ്ക്ക് മരിച്ചടക്കിന് വേണ്ടി പോയിരിക്കുകയാണ്. അതുകൊണ്ട് കല്യാണം മാറ്റി വെച്ചു എന്നാണ് പുള്ളി എല്ലായിടത്തും പറഞ്ഞത്. അപ്പോൾ ഇന്നലെ പോലീസിൽ എൻ്റെ 1-2 സുഹൃത്തുക്കളുണ്ട്. അവരെ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും മറ്റ് ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അപ്പം തന്നെ ഞാൻ പറഞ്ഞു, എനിക്ക് സംശയമുണ്ട്. ഇന്നലെ അയാൾ ബാഗുമായിട്ട് റോഡിൽ നിൽക്കുമ്പം പുള്ളി ചോദിക്കുന്നുണ്ട്, എന്താണ് നീ ഇവിടെ ബാഗുമായിട്ട് നിൽക്കുന്നത്? നിന്റെ അമ്മ നാളെ ഡിസ്ചാർജ് ആയി വരുമെന്ന് അല്ലെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അങ്ങനെ വരുമെന്നാണ് പറഞ്ഞത്. എന്നാലും ഞാൻ ഇവിടെ വരെ പോകാമെന്ന് പറഞ്ഞ് നിൽക്കുകയെന്ന് പറഞ്ഞ് ആ സമയത്ത് പോലീസ് വണ്ടി വരുന്നു. നെടുങ്കണ്ടം സ്റ്റേഷനിലെ വണ്ടി വരുന്നത് പോലീസ് വണ്ടി കണ്ടുകൊണ്ട് പ്രതി പറമ്പിലൂടെ കയറി ഓടി രക്ഷപ്പെടുകയാണ്. പോലീസ് സന്ധ്യ ഭയങ്കര സമയമുണ്ട്. അവർക്ക് കുറേ ഓടി എത്തപ്പെടാനുള്ള, കാരണം അവർക്ക് പുള്ളിക്ക് നല്ല പരിചയമായി സ്ഥലങ്ങളൊക്കെ. പോലീസിന് അത്ര പരിചയമുള്ള സ്ഥലമല്ല, അതുകൊണ്ട് എത്തപ്പെടാൻ സാധിച്ചില്ല. അങ്ങനെയാണ് ഇന്നലെ ഇപ്പം ഈ സജി ഇവിടെ നിന്ന് കടന്നു കളഞ്ഞതിന്റെ കാര്യമാണ്, അല്ലെങ്കിൽ ആ ഒരു സന്ദർഭമാണ് ഇദ്ദേഹം വിശദീകരിച്ചത്. ഇന്നലെ വൈകിട്ട് വരെ ഇവിടെ ഉണ്ടായിരുന്നു ഈ സജി എന്ന് പറയുന്ന പ്രതി എന്ന് സംശയിക്കുന്ന ആള്. എന്തായാലും ആ പോലീസിന്റെ വാഹനം കണ്ടതോടുകൂടി, പോലീസ് എത്തിയെന്ന് മനസ്സിലാക്കിയതോടുകൂടി ബാഗുമായി എങ്ങോട്ടോ പോകാൻ നിന്നിരുന്ന ആള് പെട്ടെന്ന് ഈ വീടിന് പരിസരത്തൂടെയുള്ള പ്രദേശത്തൂടെ കയറി ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ച ആള് പറയുകയും ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലത്താണ്, ഈ വീടിനോട് ചേർന്നുള്ള ഈ പ്രദേശത്താണ് ഈ 2 മൃതദേഹവും കണ്ടെത്തിയത്. പോലീസ് വന്ന് പരിശോധന നടത്തി. തുടക്ക സമയത്ത് ഒരു പാൻറിട്ട കാൽ മാത്രമാണ് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നത്. അതിനുശേഷം പിന്നീട് ഫോറൻസിക് സംഘം വന്ന് വിശദമായിട്ടുള്ള മണ്ണ് മാറ്റിയുള്ള പരിശോധന നടത്തിയപ്പോഴാണ് 2 പേരുടെ മൃതദേഹം കണ്ടെത്തിയത്. ഒരു സ്ത്രീയുടെയും പുരുഷന്റെയുമാണ്. മറിയക്കുട്ടിയുടെയും അതുപോലെ തന്നെ മകൻ റജിയുടെയും ആകാം എന്നുള്ളത് തന്നെയാണ് പോലീസിന്റെ. ഈ അമ്മയെയും മകനെയും കാണാതായിട്ട് 1 മാസത്തോളമായി എന്നാണല്ലോ രാഹുൽ പറയുന്നത്. ഇപ്പോൾ കണ്ടെടുത്ത ഈ ശരീരഭാഗങ്ങൾക്ക് എത്ര പഴക്കമാണ് കാണുന്നത്? അതിനെക്കുറിച്ച് എന്തെങ്കിലും പോലീസ് പറയുന്നുണ്ടോ? ചെയ്തിട്ടുണ്ട്. മകൾ സിനിയും ഭർത്താവും ചേർന്നാണ് ഇന്നലെ പോലീസിൽ ഈ മറിയക്കുട്ടിയെയും അതുപോലെ തന്നെ സഹോദരൻ റജിയെയും കാണാനില്ല എന്ന് കാട്ടിക്കൊണ്ടുള്ള പരാതി നൽകുന്നത്. അതേ തുടർന്നാണ് ഈ അന്വേഷണം നടക്കുകയും ഇപ്പോഴെന്തായാലും 2 മൃതദേഹം കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ 9-ാം തീയതി വരെ ഈ മറിയക്കുട്ടിയെയും റജിയെയും കണ്ടിട്ടുള്ള ആളുകളുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതിനുശേഷം മാത്രമായിരിക്കാം അവരെ കാണാതാവുകയും അല്ലെങ്കിൽ അവർ മരണപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഈ കൊലപാതകം നടക്കുകയും ചെയ്തിട്ടുള്ളതും എന്നും പോലീസ് പറയുന്നുണ്ട്. ശരി, രാഹുൽ വിജയനാണ് നെടുങ്കണ്ടത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഏതായാലും തുടർ പരിശോധനകൾ അത്യാവശ്യമാണ്. ആരുടേതാണ് ഈ കണ്ടെത്തിയിരിക്കുന്ന ശരീരഭാഗങ്ങൾ എന്ന് അറിയേണ്ടിയിരിക്കുന്നു. ഏതായാലും ആ അന്വേഷണത്തിലേക്ക് തന്നെയാണ് പോലീസും കടക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.